കുറിച്ചൊക്കെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഗവേഷണം നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഗ്യാലറിയാണിത്. ഇവിടെ വരച്ചിരിക്കുന്ന ഈ ചിത്രങ്ങളിൽ ഏകദേശം 75% ചിത്രങ്ങളും നാച്ചുറൽ കളേഴ്സ്, പ്രകൃതിദത്ത വർണ്ണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 5ഓളം വർണ്ണങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് വെള്ള, ചുവപ്പ്, മഞ്ഞ, പച്ച, നീല, കറുപ്പ്. നീലയും പച്ചയും ഒരു വർണ്ണമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ പ്രകൃതിദത്ത വർണ്ണത്തിൽ ഈ മഞ്ഞയും ചുവപ്പും 2 തരം കല്ലുകളിൽ നിന്ന് നിർത്തിയിരിക്കുന്നത്. മഞ്ഞ കല്ല്, ചുവന്ന കല്ല്. ഈ ചുവന്ന കല്ല് പ്രോസസ്സ് ചെയ്തു, അതായത് ആ കല്ലിനകത്തുനിന്ന് ആ കളറിനെ വേർതിരിച്ചെടുക്കാൻ വളരെ അധ്വാനം വേണം, അതുപോലെ മികവും വേണം. ഈ അയിരുകളെല്ലാം നീക്കം ചെയ്ത് ഈ കല്ലുകളെ അരച്ച് പൊടിച്ച് വെള്ളത്തിൽ കലക്കി ആ വെള്ളത്തിൽ നിന്ന് ഓരോ അയിരുകളായിട്ട് മാറ്റി ഈ അവസാനം കേക്ക് പരുവത്തിൽ ഈ കളറിനെ മാത്രം വേർതിരിക്കുന്നത് വളരെ വൈദഗ്ധ്യം വേണ്ടുന്ന ഒരു പ്രോസസ്സാണ്. അതേപോലെയാണ് പച്ച. പച്ച എന്ന് പറഞ്ഞാൽ നീലയമരി എന്ന് പറയുന്ന ആയുർവേദ സസ്യമുണ്ട്, സാധാരണ എണ്ണക്കാശനൊക്കെ ഉപയോഗിക്കുന്നത്. അതിനെ ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്ത് അതിൻ്റെ കൂടെ വേപ്പിൻ്റെ പശ കൂട്ടി അരച്ച് ഒരു പ്രത്യേക രീതിയിലൊരു മിശ്രിതമാക്കിയിട്ട് അത് വെക്കുന്നതാണ് പച്ച ഉപയോഗിക്കുന്നത്. പിന്നുള്ളത് വെള്ളയാണ്. വെള്ള ചുണ്ണാമ്പും കരിക്കും വെള്ളമാണ്. ചുണ്ണാമ്പും കരിക്കും വെള്ളം ഒരു നിശ്ചിത അനുപാതത്തിൽ കലക്കിയെടുത്തത് ഈ ഒരു സിമന്റ് ഷീറ്റിൽ അടിച്ചിട്ട് അല്ലെങ്കിൽ ഭിത്തിയിൽ അടിച്ചിട്ടാണ് ഈ ചിത്രങ്ങൾ പണ്ട് കാലത്ത് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ പ്രതലം ഒഴിവാക്കിയാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ആ വൈറ്റ് എന്ന് പറയുന്ന പ്രതലമാണ്, അത് ചുണ്ണാമ്പും ബേസതാണ്, കരിക്കും വെള്ളം. അതിനൊരു അനുപാതമുണ്ട്. അത് നമ്മൾ ഏത് ക്ലോത്തിൽ ചെയ്താലും ക്ലോത്തിൽ ചെയ്യാൻ പറ്റില്ല, ഇത് ഭിത്തിയിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ കറുപ്പാണ്. കറുപ്പെന്ന് പറഞ്ഞാൽ ഈ നീലയമരിയുടെ ഇലയുടെ ചാറ് തന്നെ ഒരു തുണിയിലാക്കി, തുണി നിഴലിലുണക്കി അതിനെ എള്ളെണ്ണ ഒഴിച്ച് നിലവിളക്കിൽ കത്തിച്ച് ആ കരി എടുത്തിട്ട് ആ കരി വേപ്പിന്റെ പശ കൂട്ടി അരച്ച് അതിനൊരു പുല്ലുണ്ട്, ഈയാമ്പുല്ലെന്ന് പറഞ്ഞൊരു പുല്ലുകൊണ്ടാണ് ഈ ചിത്രം രചിക്കുന്നത്. ഈ ചിത്രത്തിന് നമ്മളിവിടെ കാണുന്നത് കൂടുതലും പണ്ട് കൊട്ടാരങ്ങളിലും ക്ഷേത്രങ്ങളിലും മാത്രം, പള്ളികളിലും ഒക്കെ ആയിട്ട് കണ്ടുപോയിരുന്ന ഈ ചിത്രങ്ങളിൽ നിന്ന് ആനുകാലികമായ മറ്റു വിഷയങ്ങൾ എടുത്തുകൊണ്ട് കണ്ടംപററി ആയിട്ട് പുതിയ സബ്ജക്റ്റുകളെടുത്ത് ചെയ്യുന്നുണ്ട്. എങ്കിലും ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതിന് ഒരു നിയമമുണ്ട്. ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്ത് ഇത് വേണം, പടിഞ്ഞാറ് വശത്ത് ഇന്നത് വേണം, തെക്ക് വടക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്. തെക്ക് വശത്ത് ദക്ഷിണാമൂർത്തിയാണ്, വടക്ക് വശത്ത് വിഷ്ണു, കിഴക്ക് വശത്ത് ദ്വാരപാലക്, പടിഞ്ഞാറ് വശത്ത് നരസിംഹമൂർത്തി. അങ്ങനെ ക്ഷേത്രത്തിൽ വരയ്ക്കുന്നതിനും ദേവതാ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനും നമുക്ക് ഈ ചിത്രം വരയ്ക്കുന്ന ധ്യാന ശ്ലോകങ്ങളുണ്ട്. ഇപ്പൊ ഗണപതി എങ്ങനെ വേണം, 32ഓളം ഗണപതിയുണ്ട്. അതിൽ ബാലഗണപതിയുണ്ട്, വാദ്യഗണപതിയുണ്ട്, നൃത്തഗണപതിയുണ്ട്, മഹാഗണപതിയുണ്ട്, സിദ്ധി ഗണപതിയുണ്ട്, പിന്നെ മന്ത്രമൂർത്തികളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ദേവതാ ചിത്രങ്ങൾ രചിക്കുന്നതിന് ധ്യാന ശ്ലോകങ്ങളെ ആസ്പദമാക്കിയാണ് ചിത്രങ്ങൾ രചിക്കുന്നത്. അല്ലാതെ ഉള്ളത് കണ്ടംപററി ആയിട്ട് നമുക്ക് ഇപ്പം രാമായണവും മഹാഭാരതവും ഒക്കെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ വരച്ചു പോകാം. ഇത് ഏകദേശം 1 സ്ക്വയർ ഫീറ്റ് ചിത്രം വരയ്ക്കാൻ, ഇത്രയും പ്രോസസ്സ് നടത്തി ഒരു ചിത്രം വരയ്ക്കാൻ 1 മാസത്തോളം നമുക്ക് സമയമെടുത്തിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള തലത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിനകത്ത് അനുപാതങ്ങളോ വൈദഗ്ധ്യമോ അല്പം കുറഞ്ഞാൽ ആ ചിത്രം ഫെയിലായി പോകും. പശ കൂടിയാലും ചിത്രം നഷ്ടപ്പെടും, പശ കുറഞ്ഞാലും ചിത്രം നഷ്ടപ്പെടും. അപ്പൊ അതിന്റെ അനുപാതം കറക്റ്റാക്കി ചിത്രം രചിക്കാനുള്ള ക്യാൻവാസിൽ സിന്തറ്റിക് കളർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നാച്ചുറൽ കളർ നമുക്ക് ഇതുപോലെ സ്ഥിരമായ പർപ്പസ് വേണം. പക്ഷേ ക്ഷേത്രങ്ങൾ ചെയ്യുന്ന 3300 സംതിങ് രൂപ നമുക്ക് 1 സ്ക്വയർ ഫീറ്റ് ചിത്രത്തിന് റേറ്റ് വരുന്നു. അപ്പം അത് ഇവിടെ ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇവിടെ ആയതുകൊണ്ടാണ് ഇതിന്റെ പുറത്തൊക്കെ ഇതിലറിയാവുന്ന മറ്റുള്ള ഏജൻസികളോ ആൾക്കാരും ഒക്കെ ഇതിന്റെ 4 ഇരട്ടിയാണ് അവരെടുക്കുന്ന ഇതും. അങ്ങനെ ഈ ചിത്രകലയെ പഠിപ്പിച്ചുകൊണ്ട് പോകുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത്. ഓക്കെ, മമ്മിയൂർ ഗുരുവായൂര്, മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരാശനാണ് ഇതിന്റെ അവസാന ഗുരു. മമ്മിയൂര് എന്ന് പറഞ്ഞാൽ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ലാസ്റ്റ്. അദ്ദേഹമാണ് ഉയർത്തിക്കൊണ്ട് വന്നത്. അദ്ദേഹം ഇവിടുത്തെ ഡീനായിരുന്നു. അദ്ദേഹം ഇവിടെ പഠിപ്പിക്കാൻ പറ്റുന്നത്. ഇപ്പൊ കേരളത്തിൽ 3 ഇത് പഠിപ്പിക്കുന്നത് ആധികാരികമായിട്ട്. ഒന്ന് കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ നമ്മുടെ സ്ഥാപനം, കാലടി യൂണിവേഴ്സിറ്റിയുടെ കീഴില് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി, ഗുരുവായൂർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ദേവസ്വത്തിന്റെ കീഴില് ഗുരുവായൂർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതെ, നമ്മളെ അത് കൺസർവേഷനാണ്. എങ്ങനെയാണോ അത് ഏകദേശം 700 വർഷം പഴക്കമുള്ള ചിത്രമാണ്. അത് കെമിക്കൽ കൺസർവേഷനിലൂടെ ASIയുടെ റൂൾ അനുസരിച്ച് ആ ചിത്രം എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ, അത് ഉണ്ണിനീതി സന്ദേശത്തിലൊക്കെ പറഞ്ഞേക്കുന്ന ചിത്രങ്ങളാണ്. അത് അതേപോലെ നമ്മൾ കെമിക്കൽ കൺസർവേഷൻ അത് പ്രൊട്ടക്ട് ചെയ്യാം. സാറിന്റെ സ്ഥലം അവിടെ ഏറ്റവും മമ്മിയൂരാശാന്റെ അനുസ്മരണം മനസ്സിലാകുന്നുണ്ട്. ഏറ്റവും വലിയ അതെ, അന്നത്തെ കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത പറയാം.
വർഷം മാത്രമായി. അത് കുളമ്പരയുടെ സൈഡില്ല, അപ്പൊ അതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഈ പെയിന്റിങ്സിലാണ് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. വാസ്തുവിന്റെയും പഠനവും ഗവേഷണവും എല്ലാം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കൺസൾട്ടിംഗ് ഉണ്ട്. പിന്നെ നമ്മുടെ വീട് കാര്യങ്ങളൊക്കെ വന്ന് നോക്കി വാസ്തു അനുസരിച്ച് ഡിസൈൻ ചെയ്തു തരും. വാങ്ങിച്ചത് പറയും. ഇവിടെ ആദ്യം ഉണ്ടായ ഒരു അച്ഛൻ എന്ന് പറയുന്നത് തോമാ മൽപ്പാൻ എന്ന് പറയുന്നതാണ്. അന്ന് മലങ്കര ഒറ്റ സഭയേ ഉള്ളൂ. അന്ന് ഈ കത്തോലിക്ക യാക്കോബ ഓർത്തഡോക്സ് ഒന്നുമില്ല, എല്ലാം ഒറ്റ സഭയാണ്. അപ്പൊ അതിലെ അച്ഛനായിരുന്നു ഈ തോമാ മൽപ്പാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ മോനാണ്, സോറി, അദ്ദേഹത്തിന്റെ കൊച്ചുമാനായിരുന്നു അബ്രഹാം മൽപ്പാൻ. ഇതിലാണ് ഈ മലങ്കര സഭയിൽ നവീകരണം ഉണ്ടായത്. ഈസ്റ്റിന്റെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന ആളാണ് അബ്രഹാം മൽപ്പാൻ. അദ്ദേഹം അതായത് മർത്തോമാ സഭയുടെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ മലങ്കര സഭയിൽ നവീകരണം കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ ഈ തോമാ മൽപ്പാനും അബ്രഹാം മൽപ്പാനും ഈ വീട്ടിലാണ് ജനിച്ചത്. അബ്രഹാം മൽപ്പാൻ ആ മുറിയിലാണ് ജനിച്ചതാണ്, ഉപയോഗിച്ചിരുന്ന മുറിയാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു മോനായിരുന്നു. അപ്പോൾ ഈ മലങ്കര സഭയിൽ നവീകരണം കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മോനായിരുന്ന മാത്യൂസ് പറയുന്ന ആളിനെ, നാത്തുണ്ണി എന്ന് പറയുന്ന ആളിനെ അദ്ദേഹം അന്ത്യോക്യയിലേക്ക് വിട്ടു. അത് നമ്മൾ ഓർക്കണം 1700-കളിലാണ്. അന്ന് അന്ത്യോക്യയിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ചെറിയ കൂടുതൽ പോകാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്ലൈറ്റോ ഇപ്പോൾ ബോംബെക്ക് പോയി അവിടുന്ന് ഈ പോയി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ടെലഗ്രാമൊക്കെ വന്നു. ടെലഗ്രാമൊക്കെ ഒരുപാടൊന്നുമില്ല, കത്തുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ഒരു കത്ത് തന്നെ വരുന്നത് ബോംബെയിലെത്തിയെന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് ബോംബെയിൽ നിന്ന് പിന്നെ ഈ ചരക്ക് കപ്പലിൽ കയറിയാണ് സിറിയയിലെത്തുന്നത്.